ശനി ഞായറുടെ അടുക്കളയിൽ ഒരു ഗുസ്തിയാട്ടോ. ഞാൻ രാവിലെ ഇവിടുന്ന് ശനിയാഴ്ച ഞായറാഴ്ച താമസിച്ച് എഴുന്നേൽക്കത്തുള്ളൂ. സ്കൂളിൽ പോകണ്ടല്ലോ. അത് കാരണം രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന പരിപാടിയാണ്. ഞാനൊരു 6 മണി 6:30 ആ ഒരു സമയമാകുമ്പോൾ എഴുന്നേൽക്കും. എന്നാലാണ് ഇവിടെ ഒരു ഭയങ്കര ഗുസ്തി, ഭയങ്കര മേളമായിരിക്കും അടുക്കളയിൽ. ഏതെങ്കിലും ഒരു ദിവസം റെസ്റ്റ് എടുക്കും അല്ലേ? പറയാനൊക്കെ കൊള്ളാം. രാവിലെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇരിക്കുക, അല്ല ഒരു 5-6 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ട് കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാമെന്നൊക്കെ പറയാനുള്ളത്. പക്ഷേ ഉണ്ടല്ലോ, രാവിലെ പുതച്ച് മൂടി കട്ടിലേ കിടന്ന് ഉറങ്ങുന്നതിന് സുഖമായിട്ടുണ്ട് ഇല്ലെന്നേ. മറ്റേ ആൾക്ക് ബ്രെഡ് കഴിഞ്ഞ ദിവസം ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് ഒന്ന് ആവി കയറ്റി. അപ്പോൾ നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ആവി കയറ്റിട്ട് എടുക്കുമ്പോഴത്തേക്ക് അത് ചിക്കൻ കറി ഉണ്ടായിരുന്നു. കാരണം അച്ചാച്ചന് രാവിലെ അതാണ് കഴിക്കാൻ കൊടുത്തത്. പുളി പോയി. പിന്നെ ചെറുക്കന് അത് മതി, ബ്രെഡും ചിക്കൻ കറിയും കൂടെ അവന് മതി എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും അവനെന്നെ പറ്റിച്ച്. അവനത് വേണ്ട, മാഗി മതി. പിന്നെ ഓൾറെഡി മാഗി ഇരിപ്പുണ്ടായിരുന്നത് കൊണ്ട് മാഗി ഉണ്ടാക്കുക. ഡെയിലി എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അതിലൊരാളാണ് എൻ്റെ ചേച്ചി. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ വീഡിയോ കഴിഞ്ഞ ദിവസം ഇടാഞ്ഞെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ എന്നും കാണുന്നതുകൊണ്ടാണല്ലോ ഒരു ദിവസം കാണാൻ ഞാൻ ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ അവൾക്ക് ഒരുപാട് താങ്ക്സ്. എന്നും എൻ്റെ വീഡിയോ കഷ്ടപ്പെട്ടാണല്ലോ ഇരുന്ന് കാണുന്നുണ്ട്. പിന്നെ സൗണ്ട് കുറവാണെന്ന് പറഞ്ഞ് എന്നെ സ്ഥിരമായിട്ട് വിളിച്ച് പറയുന്ന ഒരാളുണ്ട്. അവളോടും കൂടെ സോറി ഇടി, ഞാനൊന്ന് സെറ്റാക്കിക്കോളാവേ. എൻ്റെ എൻ്റെ വീഡിയോസിന് സൗണ്ട് കുറവാണെന്ന് ഒത്തിരി പേര് പറഞ്ഞു. എന്നാൽ ആദ്യം പറഞ്ഞ ഒരാളുണ്ട്. പേര് പറയണോ? പേര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. രേവതി. അവൾ കാണുന്നുണ്ട് എൻ്റെ വീഡിയോ. അപ്പോൾ അവൾ കാണുന്നതുകൊണ്ടാണല്ലോ അതിൻ്റെ സൗണ്ട് കുറവാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിന് എനിക്ക് ഒത്തിരി സന്തോഷം. അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലല്ലേ നമുക്ക് ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിയാടി, എൻ്റെ ഇതിന് സൗണ്ട് കുറവാണ്, ഞാൻ മൈക്കൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഞാൻ ഇങ്ങനെ വളർന്ന് വരുന്നല്ലേ ഉള്ളൂ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിനകത്ത് ഒരാൾ വന്നിട്ട് ഇതുപോലെ പറഞ്ഞു. അവളും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു സൗണ്ട് കുറവാണ്, പിന്നെ അതുപോലെ നീ സംസാരിക്കാൻ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത്. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ അങ്ങനെയാണ്, ഇങ്ങനൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നതെന്ന്. എന്ത് ചെയ്യാനായിട്ട്, അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. നീ ചിലപ്പോൾ കുറച്ചാളോട് കഴിയുമ്പോൾ ആയിക്കോളുമായിരിക്കും. ഞാൻ ശ്രമിക്കാടി. ഞാൻ അവളോട് പറഞ്ഞു ഞാൻ ശ്രമിക്കാം, നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന അതേ ടോണിൽ സംസാരിക്കാൻ ശ്രമിക്കാവേ. പിന്നെന്താ. അപ്പോൾ അവൾക്ക് ഒത്തിരി നന്ദി. അവളും എൻ്റെ വീഡിയോസ് കാണുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിലും ഒത്തിരി സന്തോഷം. അതൊക്കെയാണ് നമ്മുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഈ തുടക്കക്കാർക്ക് തുടങ്ങി കുറച്ചും കൂടെ സെറ്റായി കഴിയുമ്പോൾ എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല, സെറ്റാവുമെന്നും അറിയില്ല. ഫ്രണ്ട്ഷിപ്പിന് കുറച്ചേറെ പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിയാണ്. ഞങ്ങൾ LKG തൊട്ട് ഒരു 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു 10ാം ക്ലാസ് വരെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു. 10 കഴിഞ്ഞ് പിന്നെ പലരും പല വഴിക്കാണല്ലോ പോകുന്നത്. അപ്പം അന്നേരം ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. മാസത്തിൽ ഒരു ദിവസമെങ്കിലും മിനിമം ഫോൺ വിളിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കാണണം, എന്തൊക്കെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അവരവരുടേതായ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നു. അതൊക്കെ ആ ഒരു ടൈമിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയ കുറച്ച് ഫ്രണ്ട്ഷിപ്പായിരുന്നത്. എന്നാലും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നറിയാം. നമ്മുടെ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഇന്നടത്തുണ്ട് എന്നുള്ളതറിയാം. അതല്ലാതെ നമ്മളിപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കറക്റ്റായിട്ട് പണ്ടത്തെ അത്രയും വ്യാപ്തിയിൽ കൊണ്ടുപോകുന്നില്ല. അത് കഴിഞ്ഞ് +1 +2 അപ്പോഴും അത്ര ആഴത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടും അങ്ങനെ വലിയൊരു അടുപ്പമെന്ന് പറയാനില്ല. 1-2 പേരുമായിട്ട് ഇപ്പോഴും മെസ്സേജ് അയക്കുന്ന 1-2 പേര് മാത്രമേ ഉള്ളൂ. അവരുടേതായ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും എല്ലാവരും ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. പിന്നെ ഞാൻ ലാബാണ് പഠിച്ചത്, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്. അപ്പോൾ അവിടെ പഠിച്ചിട്ടാണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനായിട്ട് ഇറങ്ങിയല്ല, അതൊരു കോളേജ് ടൈമിലാണ് തൊട്ടാണ് ഒരു വലിയ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ട് നമുക്കുണ്ടായത്. അന്ന് ഞങ്ങളുടെ കൂടെ പഠിച്ച ആ ഒരു ബാച്ചിൽ ഇന്നൊരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് എന്ന് പറയാനില്ല. ഞങ്ങൾ ആ ഒരു ബാച്ച് കംപ്ലീറ്റ് ഒരേ വൈബായിരുന്നു. ആ ഒരേ വൈബിലൂടെയായിരുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോയത്.
ഞങ്ങൾ ഇന്നും അപ്പോഴത്തെ അതേ കോണ്ടാക്റ്റ് ഇപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഗൾഫിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയവരുമായിട്ട് അത്ര വലിയ ഇതില്ല. എന്നാലും എത്ര നാൾ കഴിഞ്ഞ് കണ്ടാലും ഓടി വന്ന് ഒരു പരാതിയോ കാര്യങ്ങളോ ഇല്ലാതെ പോയി സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഞങ്ങളുടെ ഇടയിലുണ്ട്. അപ്പം അതിലൊരാളാണ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത്, ഇതുപോലെ നിൻ്റേത് സൗണ്ട് കുറവാണെന്നും പിന്നെ കുറച്ചുകൂടെ ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കാതെ കുറച്ചുകൂടെ നമ്മളൊക്കെ എങ്ങനെയാണോ സംസാരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നീ വാ എന്ന് പറഞ്ഞതും അവളാണ്. അവളെ ഞാൻ എന്നും കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഞങ്ങൾ മാസത്തിൽ കോണ്ടാക്ട് ചെയ്യുന്ന അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് പറയാനും ഒന്ന് വിളിക്കാനും നമുക്ക് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിൽ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് സന്തോഷമുള്ളൊരു സംഭവമാണ്. എന്താണെന്ന് പറയുക, നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരാളെ നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് അതൊരു വലിയ കാര്യമാണ്. നമ്മളുടെ നെഗറ്റീവ് ആണേലും പോസിറ്റീവ് ആണേലും നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഒരാളുള്ളത് നല്ലതല്ലേ. കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഇല്ലാത്ത ആൾക്കാർ ഉണ്ട് കേട്ടോ. അങ്ങനെ കോണ്ടാക്ട് ചെയ്തില്ലെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബോണ്ട് ഇപ്പോഴും നിലനിന്ന് പോകുന്നു. അതൊരു വലിയ സന്തോഷമാണ് കേട്ടോ. കാരണം ഇത്രയും വർഷമല്ലേ, എനിക്കൊന്ന് 10, 12, 13 വർഷത്തോളമായി ഞങ്ങളുടെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട്. എന്നാലും ഇപ്പോഴും ആ ഒരു ബോണ്ട് നിലനിർത്തി പോവുക എന്ന് പറയുന്നത് അതൊരു വലിയ സന്തോഷമുള്ള കാര്യം, വലിയൊരു സംഭവം തന്നെയാണ്. അന്നത്തെ ആ വൈബിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പലരും പല വഴിക്കാണ്. ചിലർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാറില്ല, ചിലർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എത്രയൊക്കെ കോണ്ടാക്ട് ചെയ്തില്ല എങ്കിൽ പോലും അപ്പോൾ അവർക്കൊരാവശ്യം വന്നാൽ നമ്മളും, നമുക്കൊരാവശ്യം വന്നാൽ അവരും ഉണ്ട് എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. ഞാൻ വിട്ടുന്ന വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കാണുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. 2 പേരെ ഉള്ളെങ്കിൽ നമ്മളിട്ട വീഡിയോയിൽ ആ 2 പേര് കണ്ടല്ലോ. അപ്പം അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മളോട് പറയുമ്പോൾ അതൊരു നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യം കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക്സ്. ഇന്നത്തെ ദിവസം ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. വലിച്ചു നീട്ടി വലിയൊരു കഥയൊക്കെ പറഞ്ഞ് രാവിലെ തുടങ്ങുമെന്ന് വിചാരിക്കരുത്. ഇത് ഞാൻ 2 ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ച കാര്യം കേട്ടോ. കഴിഞ്ഞ ദിവസം വേറൊരാൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കണ്ടന്റിൻ്റെ കാര്യം. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് വരുന്ന ഓരോ മെസ്സേജസും ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓരോ മെസ്സേജിൽ ഓരോരോ കാര്യങ്ങൾ പറയല്ലോ, ഓരോരോ അഭിപ്രായങ്ങൾ ഓരോരുത്തരുടെ. അപ്പം അതിങ്ങനെ വന്ന് സംസാരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഞാനിനി സൗണ്ടിൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ സംസാരത്തിൻ്റെ കാര്യമാണെങ്കിലും നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ പോകാൻ ഞാൻ ശ്രമിക്കാം. അവളെൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നീ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കാതെ ഞാനാണ് അപ്പുറത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നീ അങ്ങനെ സംസാരിക്കും. എൻ്റെ അടി അങ്ങനെയൊക്കെ സംസാരിച്ചാൽ തീർന്നു, നമ്മുടെ സംസാരമല്ലേ. അപ്പം എല്ലാവർക്കും എന്തുവാ നല്ലൊരു ദിവസം. ടാറ്റ. ആദ്യമേ പോയിട്ട് എൻ്റെ പെൺകൊച്ചിൻ്റെ വയറൊക്കെ ഒന്ന് നിറയ്ക്കട്ടെ, അവൾക്ക് നല്ല ഫുഡൊക്കെ കൊടുത്ത് അവളെ ഒന്ന് സെറ്റാക്കി നിർത്തട്ടെ. അല്ല ഇന്നിവിടെ മൊത്തം അലമ്പാവും. എനിക്കിന്ന് 2 ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നടക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. വേറൊന്നുമല്ല, 2 പേരും ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എൻ്റെ ചെറുക്കൻ വേണേൽ എനിക്ക് ഫോട്ടോ എടുത്ത് തരാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചെറുക്കനും കൂടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ അവളെ ആദ്യമേ ഒന്ന് സെറ്റാക്കണം. പിന്നെ മത്തി വാങ്ങിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്, അതൊന്ന് പെരട്ടി വെക്കാം മറക്കാൻ വേണ്ടിയിട്ട്. അത് ഇവിടെ കറി വെച്ച് ആർക്കും അത്ര വലിയ താല്പര്യമില്ല. ഓൾറെഡി ഇന്നലത്തെ മോരിരിപ്പുണ്ട്, അതൊക്കെ മതിയില്ലല്ലോ. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ.